നല്ലേപ്പിള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലം GBUP സ്കൂളിൽ ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ചിറ്റൂർ നല്ലേപ്പിള്ളിയിൽ പ്രതിഷേധ സൂചകമായി ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി GBUP സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത്. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടത്. ആദ്യം അവർ പൂട്ട് ഉടയ്ക്കാൻ ട്രൈ ചെയ്തിരിക്കുന്നു, നടന്നില്ല. സൗണ്ട് കേട്ടപ്പോൾ നിർത്തിയതായിരിക്കും. അപ്പം പിന്നെ വലിയ ഒരു വടി കൊണ്ടുവന്നിട്ടാണ് നല്ല ദൂരത്തിലുള്ള പൂട്ടിയിട്ട് റൂമിൻ്റെ നല്ല ദൂരമുണ്ട്, അത് വലിച്ച് അടുത്ത് കൊണ്ടുവന്നിട്ടാണ് അവർ ഇതെല്ലാം നശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പോലീസിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി K. കൃഷ്ണൻകുട്ടി. വർഗീയമുണ്ടാക്കി ജനങ്ങളെ വർഗീയത്തിന്റെ പേരിൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വളരെ ശക്തമായ ഒരു സ്പെഷ്യൽ ടീമിനെ ഇപ്പോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ആക്രമണം നടത്തിയത് സാമൂഹ്യ വിരുദ്ധരെന്ന് FIR-ൽ. ചിറ്റൂർ DYSP VA കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ചിറ്റൂർ CI MJ മാത്യു നയിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം 2 കേസുകളും അന്വേഷിക്കും. വിശദമായ അന്വേഷണം നടത്തും. എല്ലാ ആംഗിളിലും പരിശോധിച്ചുകൊണ്ടുള്ള പരിശോധന വിശദമായിട്ട് പോലീസ് നടത്തും. സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചിറ്റൂർ CIയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണം. അതേസമയം നല്ലേപ്പിള്ളി വിഷയത്തിൽ രാവിലെ 11 മണിയോടുകൂടി യൂത്ത് കോൺഗ്രസും DYFഐയും സൗഹൃദ കരോൾ നടത്തി. യൂത്ത് കോൺഗ്രസ് മാട്ടുമന്തയിൽ നിന്ന് നല്ലേപ്പിള്ളി UP സ്കൂളിലേക്കും DYFI UP സ്കൂളിൽ നിന്ന് നല്ലേപ്പിള്ളി ജംഗ്ഷനിലേക്കും സൗഹൃദ കരോൾ നടത്തി. ഇരു കൂട്ടരും പരസ്പരം കണ്ടുമുട്ടിയെടുത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള സൗഹൃദം പങ്കിടൽ. അപ്പുറം മതസൗഹാർദ്ദമാണ് നമ്മൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്. അത് യുവജന സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാണുന്നു. ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നതിലുപരിയായി അവർ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ ക്രിസ്മസ് നടത്താൻ വേണ്ടി പാടില്ല, ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത്. ഈ സന്ദേശം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയാൻ ഇത്ര നേരം വരെയായി BJP തയ്യാറായിട്ടുണ്ടോ? ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ രംഗത്തെത്തി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.